കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കല്ലിട്ടതാണെന്നും സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ആ പദ്ധതികൾ നടക്കാതെ പോയതെന്നും പറയുകയാണ് ചാണ്ടിയുമ്മൻ എം.എൽ.എ. കല്ലിട്ടത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ ശ്രമിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് ചാണ്ടിയുമ്മൻ. രണ്ടു പദ്ധതികളും എവിടെയെന്ന് ചോദിച്ച ചാണ്ടിയുമ്മൻ കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് പോയതെന്നും പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ചാണ്ടിയുമ്മൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് മെട്രോ, തിരുവനന്തപുരം മെട്രോ പദ്ധതികൾക്ക് ഉമ്മൻചാണ്ടി കല്ലിട്ടു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരബദ്ധം പറ്റി. LDFനെ അധികാരത്തിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരം മെട്രോയും കോഴിക്കോട് മെട്രോയും എവിടെയെന്ന് ചോദിക്കുന്ന ചാണ്ടിയുമ്മൻ അത് ഉമ്മൻചാണ്ടി കല്ലിട്ടതാണെന്നും അതൊന്നും ആയിട്ടില്ല എന്നും അതിന് കാരണം ഭരണം മാറിയതാണെന്നും കുറ്റപ്പെടുത്തി. ഇവിടെ കല്ലിട്ട കഥ പറയുകയാണെങ്കിൽ എവിടെ പോയി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും മെട്രോ? കൊച്ചിയിലെ മെട്രോയ്ക്ക് കല്ല് മാത്രമാണോ ഇട്ടത്? ട്രയൽ റൺ അദ്ദേഹം ഓടിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചോ എന്നും ചാണ്ടിയുമ്മൻ ചോദിക്കുന്നുണ്ട്. കൊച്ചി മെട്രോ കല്ലിട്ട് പൂർത്തിയാക്കി അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിച്ചു. കല്ലിട്ടത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല. ഇവിടുത്തെ റെയിൽവേ, റോഡ് വികസനത്തിന് എന്തു ചെയ്തു LDF സർക്കാരെന്നും ചാണ്ടിയുമ്മൻ ഇടത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പഴിചാരുന്നവർക്കുള്ള ചാണ്ടിയുമ്മന്റെ മറുപടി കേൾക്കാം. ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഞാൻ കൂടുതൽ പറയേണ്ടതായിരുന്നു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹം കല്ലിട്ട രണ്ട് പദ്ധതികളൊന്നും ആയിട്ടില്ല. എന്താണെന്നറിയോ? അല്ല, കോഴിക്കോട് മെട്രോയും തിരുവനന്തപുരം മെട്രോയും. കാരണം ഒരു അബദ്ധം പറ്റി കേരളത്തിലെ ജനങ്ങൾക്ക്. LDFനെ കൊണ്ടുവന്നു, ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം തിരുവനന്തപുരം മെട്രോയും കോഴിക്കോട് മെട്രോയും എവിടെ? അദ്ദേഹം കല്ലിട്ടതാ, ഒന്നും ആയിട്ടില്ല. കാരണം ഭരണം മാറി. ഇവിടെ കല്ലിട്ട കഥ പറയുകയാണെങ്കിൽ എവിടെ പോയി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും മെട്രോ? കല്ലിട്ടത് മാത്രമല്ലേ ഉള്ളൂ. കൊച്ചിയിലെ മെട്രോയ്ക്ക് കല്ല് മാത്രമാണോ ഇട്ടേ? കൊച്ചിയിലെ മെട്രോ ട്രയൽ റൺ അദ്ദേഹം ഓടിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചോ? ട്രയൽ റൺ, മെട്രോ തുടങ്ങാനുള്ള പ്രാരംഭഘട്ടം ട്രയൽ റൺ, അത് നടത്തിയിട്ട് പോയിട്ട് അദ്ദേഹത്തെ വിളിച്ചോ? കല്ല് മാത്രമല്ലല്ലോ ഇട്ടത്. കല്ല് മാത്രമല്ല ഇട്ടത്, കല്ലിട്ട് പൂർത്തിയാക്കി അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിച്ചു. ആ പരിപാടിക്ക് വിളിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് കല്ലിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല. പിന്നെ കല്ലിട്ട കഥ പറയുന്നു. അവിടുത്തെ റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തു ചെയ്തു LDF സർക്കാർ? റോഡിന്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇവരുടെ കഥ ഉണ്ട്. 2010 എന്താണ്? വിഴിഞ്ഞം പദ്ധതി തുടങ്ങി. എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ അടുത്തുള്ള 600 മീറ്റർ റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു റോഡ് തുടങ്ങി. 2011 UDF സർക്കാർ എൻവയൺമെന്റ് മിനിസ്റ്ററെ സമീപിച്ചു. എൻവയൺമെന്റ് മിനിസ്റ്റർ ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 2006 തൊട്ട് 2011 വരെ ആരും വന്നിട്ടില്ല എൻവയൺമെന്റ് ക്ലിയറൻസിന് വേണ്ടി, അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. 2004 മുതൽ UDF സർക്കാർ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് വിഴിഞ്ഞം കൊണ്ടുവരുവാൻ. അതിന്റെ തുടർച്ച ഉണ്ടായിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾ VS സർക്കാർ ചെയ്തിട്ടുണ്ട്. സൂമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണ്? ചൈനീസ് കമ്പനി അസോസിയേറ്റഡ് ആണ്. അംഗീകരിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ സുരക്ഷിതത്വം ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ പറ്റുമോ? ഹമ്പൻ ടോട്ട അടക്കമുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള പോർട്ടുകൾ ചൈനീസ് പോർട്ടുകളാണ്. ഇന്ത്യയെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു പോർട്ട് വരുമ്പോൾ ചൈനീസ് കമ്പനിക്ക് ബന്ധം വരുന്നത്. അനുവദിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ സുരക്ഷിതമാണ് ഏറ്റവും വലുത്. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു സംശയവും വേണ്ട. അവിടെയാണ് അദാനി ഗ്രൂപ്പിന് ഒരു അവസരം വന്നത്. അദാനി ഗ്രൂപ്പ് വന്നു, അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട്. ഈ പോർട്ടിന്റെ പ്രവർത്തനത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് പങ്കുണ്ട്. എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അരുൺ ജെയ്റ്റ്ലിയാണ് അതിന് തീരുമാനമെടുത്തത്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയി താല്പര്യമെടുത്ത് സംസാരിച്ച്. ഇതിനകത്ത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യമല്ലേ? ഇവിടുത്തെ ചെറുപ്പക്കാർ ഇന്ന് മുഴുവൻ ആൾക്കാരും ജർമ്മനിയിലും അമേരിക്കയിലും ലണ്ടനിലും പോയിക്കൊണ്ടിരിക്കുക. ഞാൻ 7 വർഷം മുമ്പ് പോയപ്പോൾ, ഞാനന്ന് ലണ്ടനിൽ പോകും. നമുക്ക് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ദൂരമുള്ള സ്ഥലമല്ലേ, ഏതോ വിദൂര സ്ഥലമാണ്. ആ ദൂര സ്ഥലത്തിൽ എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുത്തത് ഞാൻ ഓർക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ ഒരാഴ്ച മുമ്പൊന്ന് പോയി, 10 ദിവസം മുമ്പ് പോയി. കോട്ടയത്ത് പോകുന്നതല്ല. ഇപ്പം
ഓരോ മുക്കിലും നമ്മൾ തിരിച്ചറിയാനാകുന്നുണ്ട്. 8 വർഷത്തെ ഭരണ നേട്ടം, അതേ ഞാൻ പറയൂ.